Hello all, I am going to tell about poverty and schools in India. അതായത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പോവർട്ടി, ദാരിദ്ര്യവും അതിൻ്റെ കാരണവും. ഇതാണ് നമ്മൾ നോക്കാൻ പോണത്. അതിൽ ഫസ്റ്റ് വരുന്നത് പോവർട്ടിയാണ്. പോവർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, മീനിങ് ഓഫ് പോവർട്ടി ഈസ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഓർ കമ്മ്യൂണിറ്റി ലാക്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് എസെൻഷ്യൽ ഫോർ എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയ സാധനങ്ങളുടെ അഭാവത്തിനെയാണ്, ഒരു അഭാവം ഉള്ള ആ കണ്ടീഷനെയാണ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയണത്. ഇങ്ങനെയും പറയാം, പോവർട്ടി മീൻസ് ദാറ്റ് ദ ഇൻകം ലെവൽ ഫ്രം എംപ്ലോയ്മെൻറ്റ് ഈസ് സോ ലോ ദാറ്റ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് കാൻ ബി മാറ്റ്. അതായത് ഒരു മനുഷ്യൻ്റെ ഇൻകം ലെവൽ വളരെ കുറവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ബേസിക് നീഡ്സ് കാൻ ബി മെറ്റ്, അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയെയാണ് പോവർട്ടി എന്ന് പറയുന്നത്. പിന്നെ പോവർട്ടി, അതായത് ഇന്ത്യയിൽ ഇന്ത്യ വൺ ഓഫ് ദ കൺട്രി, ഒരു പോവർട്ടിയിൽ മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആൻഡ് ഇന്ത്യ മാത്രമല്ല, ഏഷ്യ എടുക്കുമ്പോൾ തന്നെ മുമ്പിൽ നിൽക്കുന്ന ആഫ്രിക്ക, അതൊക്കെ പോവർട്ടിയിൽ മുമ്പത്ത് നിൽക്കുന്ന കൺട്രീസാണ്. പിന്നെ ഇതിൽ വരുന്നത് പോവർട്ടി ലൈനാണ്. മീനിങ് ഓഫ് പോവർട്ടി ലൈൻ എന്ന് വെച്ചാൽ, poverty line is a minimal level of income deemed adequate for survival or work efficiency of a household on the basis of biological consideration in a particular country. ഒരു കൺട്രിയിലുള്ള ബയോളജിക്കൽ കൺസിഡറേഷൻ വെച്ചിട്ട് അയാൾക്ക് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയ ആ ഒരു മിനിമം ലെവൽ ഓഫ് ഇൻകത്തിനെയാണ് പോവർട്ടി ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ രാജ്യത്തിലത്തെയും പോവർട്ടി ലൈൻ വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞു, അവിടെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അവിടുത്തെ പോവർട്ടി ലൈൻ അങ്ങനെ ചേഞ്ച് ആവും. ആ ഒരു വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. നമുക്ക് പോവർട്ടി ലൈനിന് വേറെ ഇങ്ങനെയും പറയാം, പോവർട്ടി ലൈൻ ഈസ് എമൗണ്ട് ഓഫ് മണി നീഡഡ് ഫോർ എ പേഴ്സൺ ടു മീറ്റ് ഹിസ് ബേസിക് നീഡ്സ്. അതായത് ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണി, ആ പൈസ, അതിനെയാണ്, ആ ഇൻകം ലെവലിനെയാണ് എന്ത് പറയുന്നത്, പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായി വരുന്നതാണ് ടൈപ്സ് ഓഫ് പോവർട്ടിയുടെ ടൈപ്സ്. പോവർട്ടി 2 തരത്തിലാണുള്ളത്: അബ്സല്യൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുമ്പോൾ, when poverty is taken in absolute terms and is not related to the income or consumption expenditure distribution, it is an absolute poverty. അതായത് അവിടെ ഒരു സ്റ്റാൻഡേർഡിനെ വെച്ചിട്ട് മാത്രം പറയണത്. അബ്സല്യൂട്ട് പോവർട്ടി പറയുമ്പോൾ അത് വേറെ ഒന്നിനായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. അതായത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡിസ്ട്രിബ്യൂഷനെയോ അല്ലെങ്കിൽ ഇൻകത്തിനെയോ വെച്ചിട്ടൊന്നും റിലേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് അബ്സല്യൂട്ട് പോവർട്ടി പറയുന്നത്. റിലേറ്റീവ് പോവർട്ടി പറയുമ്പോൾ, when poverty is taken in relative terms and is related to the distribution of income or consumption expenditure, it is relative poverty. ആ പോവർട്ടി എന്തായിരിക്കും, റിലേറ്റീവ് ടേംസിലായിരിക്കും. ഒരു കമ്പയർ ചെയ്യുന്നുള്ള ആ ഒരു ടേംസിലായിരിക്കും. ഒന്നില്ലാതെ രണ്ടോ രണ്ടിൽ കൂടുതലോ ടേംസായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു ടേമിലായിരിക്കും. അതുമാത്രമല്ല, അതിൽ വന്നിട്ട് എന്തായിട്ട് റിലേറ്റഡ് ആയിരിക്കും, ഇൻകം ഓർ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇതാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. ഇനി വരുന്നത് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അതിൽ കുറേ കോസസ് ഉണ്ട്. ആദ്യത്തെ വന്നിട്ട് എക്കണോമിക് കോസസ് ആണ്. ഇന്ത്യയിൽ പോവർട്ടിക്ക് കാരണം ആവുന്നത് എന്തൊക്കെ, സാമ്പത്തിക കാരണം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് എല്ലാവരുടെയും ഇൻകമും സമ്പത്തും അതുപോലെ തന്നെ വരുമാനവും ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Income is not being properly distributed in India, hence poverty arises for a section of the people. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ അല്ല ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് മാത്രം അവിടെ ദാരിദ്ര്യവും പോവർട്ടി അനുഭവപ്പെടുന്നു. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റും ഒരേപോലെ ഉണ്ടെങ്കിൽ അത് രണ്ട് വേറെ കാര്യങ്ങളാണ്. അൺഎംപ്ലോയ്മെൻറ്റ് പറയുമ്പോൾ ഒരാൾ വില്ലിങ്ങായി നിൽക്കുകയാണ് ജോലി ചെയ്യാൻ, പക്ഷേ അയാൾക്ക് ജോലി കിട്ടുന്നില്ല. അണ്ടർ എംപ്ലോയ്മെൻറ്റ് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അയാൾ ജോലി ഉണ്ട്, പക്ഷേ അയാളുടെ എഡ്യൂക്കേഷനോ ട്രെയിനിങ്ങോ ഒന്നും മാക്സിമം അയാൾ ആ ജോലിക്ക് വേണ്ടി അത്രയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. അതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഈ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എമോങ് റൂറൽ ആൻഡ് അർബൻ പീപ്പിൾ ഈസ് മെയിൻ റീസൺ ഫോർ പോവർട്ടി. ഈ ദാരിദ്ര്യത്തിന് കാരണമായ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബോത്ത്, അതായത് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും വരുന്നുണ്ട്. ഇവിടെ രണ്ടവിടെയും ഇങ്ങനെ അണ്ടർ എംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റും കാരണമാണ് പോവർട്ടി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ലോ പെർ ക്യാപിറ്റ ഇൻകം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ദ പീപ്പിൾ ടു സാറ്റിസ്ഫൈ ദെയർ മിനിമം നീഡ്സ് വിത്ത് ദ ലോവർ ഇൻകം. അതായത് കുറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകമാണ് ഒരു റീസൺ. വളരെ കുറവ് സാലറി അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ, ആ ഒരു ഇൻകം കൊണ്ട് അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതും ഒരു കാരണമാണ്. പിന്നെ വരുന്നത് വന്നിട്ട് ഹൈ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. നമ്മുടെ ജനസംഖ്യാ നിരക്ക് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതിലെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ടാണ് പറയുന്നത്. ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ഡിപ്പെൻഡൻസ് ഓഫ് ചിൽഡ്രൻസ് ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ ഓൺ വർക്കിംഗ് പീപ്പിൾ. അവിടെ ഏജ് കുറച്ച് ഡിസ്റ്റൻസിലായി പോയിട്ടുണ്ട്. അതായത് കുറഞ്ഞ ശമ്പളം ആകുമ്പോൾ അതായത് ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വൽസിനും കുറവ് ശമ്പളം ആകുമ്പോൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന്, ഇവർക്ക് ശമ്പളം കുറവാണ്. അപ്പോൾ ഈ കുട്ടികളുടെയും നല്ല കുറച്ച് വയസ്സുള്ള ആൾക്കാരിനെയൊക്കെ ഇവർ നോക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു വർക്കിംഗ് പീപ്പിളിന് എല്ലാവരുടെയും കൂടെ നോക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരെയാണ്. കുട്ടികളും വയസ്സായവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വർക്കിംഗ് സെക്ഷനെയാണ്. അപ്പോൾ ഇവിടെ ഇൻകം വെച്ചിട്ട് എല്ലാവർക്കും തികയുന്നില്ല. അതുകൊണ്ട് അതും ഒരു കാരണമായിട്ടാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, പണപ്പെരുപ്പം. ഡ്യൂ ടു ഇൻഫ്ലേഷൻ ദ റിയൽ ഇൻകം ഫാൾസ്. ആസ് എ റിസൾട്ട് ദ പർച്ചേസിങ് പവർ ഓഫ് ദ പീപ്പിൾ ഫാൾസ്. ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ അതായത് മൂല്യം, പണത്തിൻ്റെ മൂല്യം കുറയും, അത് പോവും. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ റിസൾട്ടായിട്ട് പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ ഫാൾസ്. ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസിങ് പവർ എന്ന് പറയാം, നമ്മളൊരു യൂണിറ്റ് ഓഫ് കറൻസി ഉപയോഗിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആൻഡ് അതിനെയാണ് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുന്നു. പ്രിമിറ്റീവ് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. ദിസ് ലെഡ്സ് ടു ലോവർ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. പോവർട്ടി ഈസ് എ റിസൾട്ട്. ഈ പ്രിമിറ്റീവ് മെത്തേഡ്, ആൻഷ്യൻ്റ് മെത്തേഡ്സൊക്കെയാണ്. ഇത് ആണ് ഇപ്പോഴുമുള്ള ഫാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് കാരണം പ്രൊഡക്ടിവിറ്റി കുറയുന്നു. അപ്പോൾ എന്താവുന്നു? പോവർട്ടിയിലേക്ക് പോകേണ്ടി വരുന്നു. അവരും പോവർട്ടിയിൽ ഫാൾ ആവുകയാണ്, അറിയാതെ തന്നെ വീണ് പോവുകയാണ്. പിന്നെ സോഷ്യോ കൾച്ചറൽ കോഴ്സസ്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എക്കണോമിക് കോഴ്സസാണ്. ഇത് സോഷ്യോ കൾച്ചറൽ കോഴ്സസാണ് പറയുന്നത്. ലിബറൽ സ്പെൻഡിങ് ഓൺ സോഷ്യൽ സെറിമണീസ്. റൂറൽ പീപ്പിൾ സ്പെൻഡ് മോർ ഓൺ റിലീജിയസ് ആൻഡ് സോഷ്യൽ സെറിമണീസ്. അതായത് സോഷ്യൽ സെറിമണീസ്, സാമൂഹ്യപരമായിട്ടുള്ള കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ റൂറൽ പീപ്പിൾസാണ്, വില്ലേജ് ഏരിയയിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളും ആയിക്കോട്ടെ ഈ സോഷ്യൽ സെറിമണീസിനൊക്കെ ഒരുപാട് പണം ചെലവഴിച്ച് അത് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇൻകം അതിലൂടെ പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആ ഇൻകം വെച്ചിട്ട് അവർ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ അവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. ദിസ് ലീവ്സ് ഓൺലി എ ലിറ്റിൽ ഇൻകം വിത്ത് ദിസ് ലോവർ ഇൻകം ദേ ആർ നോട്ട് ഏബിൾ ടു സാറ്റിസ്ഫൈ ദെയർ ബേസിക് നീഡ്സ്. അതിന് അവരുടെ ബാക്കിയുള്ള ഇൻകം ഇതിൽ തന്നെ ഒരുപാട് അവർ ചിലവ് ചെയ്യുമ്പോൾ, അതായത് കുറേ മതപരമായ ചടങ്ങുകൾ പറയുമ്പോൾ പൂജ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. നമ്മളത് ചെയ്താൽ നല്ലത് വരും, ഇത് ചെയ്താൽ നല്ലത് വരും പറയുമ്പോൾ നമ്മുടെ ഇൻകം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് യൂസ് ചെയ്യും. സോ ബാക്കിയുള്ള ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പൂജ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും കൂടുതൽ കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ വലിയ മണ്ടത്തരമാണ്. നമ്മുടെ ഇൻകം പോയി കിട്ടി, ബാക്കിയുള്ള ഇൻകം വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നടത്താനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം മേക്സ് ഫാമിലി മെമ്പേഴ്സ് ഇനാക്റ്റീവ്. ഹെൻസ് ഇറ്റ് ഇമ്പോർട്ട്സ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ജോയിൻറ്റ് ഫാമിലി നല്ലതാണ്, എന്നാലും ഒരു ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ജോലി ചെയ്യും, ഒരു ആക്റ്റീവ് ആവില്ല. അവർ ആ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കാൻ നോക്കും. സോ അവർ കുറച്ച് പേര് മാത്രം, ഒരു സെക്ഷൻ ആൾക്കാർ മാത്രം ജോലി ചെയ്യേണ്ടി വരുന്നു. അവർ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരും കഴിയാൻ. അപ്പോൾ അവിടെ ഇറ്റ് ഇമ്പോർട്ട്സ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ അവിടെ ശരിക്കും യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്.
ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പുവർ സോഷ്യൽ ഓവർഹെഡ്സ്. ഇന്ത്യ ഈസ് പുവർ ഇൻ സോഷ്യൽ ഓവർഹെഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മെഡിക്കൽ ഫെസിലിറ്റീസ് എക്സെട്ര. ഇന്ത്യ നമ്മുടെ സാമൂഹികപരമായ കാര്യങ്ങളൊക്കെ വളരെ പിന്നോക്കമാണ്. എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും. നമ്മളിപ്പോൾ എഡ്യൂക്കേഷന് പഠിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നു, അത് നല്ല ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പുറത്ത് പോകുക. മെഡിക്കൽ ഫെസിലിറ്റി, അത് മെഡിക്കൽ സയൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിലും പുറത്ത് രാജ്യങ്ങൾക്ക് വളരെ കൂടുതലാണ്. സോ നമ്മൾ അതിൽ പുറകോട്ടാണ്. ദിസ് ലീഡ്സ് ടു പോവർട്ടി എമോങ് ദ ഇന്ത്യൻസ്. അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അവിടെ ദാരിദ്ര്യമാണെന്നാണ് പറയുക അല്ലേ. ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ദാരിദ്ര്യം ആയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങോട്ട് പോകുന്നത്. പിന്നെ പൊളിറ്റിക്കൽ കോസസാണ് വരുന്നത്. അതിൽ വരുന്നത് ഗവൺമെൻറ്റ്സ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പറയുന്നത്. ജനറലി ഗവൺമെൻറ് ടേക്ക് കെയർ ഓഫ് ദ പ്രോപ്പർട്ടീസ് ക്ലാസ് ദേ നിഗ്ലക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ അറ്റ് ലോവർ ലെവൽസ്. അതായത് ഗവൺമെൻറ്റാണ്, അതായത് നമ്മുടെ ഗവൺമെൻറ്റാണ് ശരിക്കും നമ്മളെ ഈ പ്രോപ്പർട്ടീസൊക്കെ അതിനെക്കുറിച്ചുള്ളതൊക്കെ നോക്കുന്നത്, അതിനെ ശ്രദ്ധിക്കുന്നതൊക്കെ. പക്ഷേ ഇവർക്ക് എന്താണ്, ഈ ഗവൺമെൻറ്റിന് ലോവർ ലെവൽ ഓഫ് പീപ്പിൾ അവരുടെ കേസ് വരുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് കുറയുന്നു, ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. ആ ഒരു അവസ്ഥയുണ്ട്, എപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ, വൈഡ് സ്പ്രെഡ് കറപ്ഷൻ. എല്ലാവരുടെയും കറപ്ഷൻ തന്നെയാണ്, അഴിമതി. പീപ്പിൾ അറ്റ് ലോവർ ലെവൽസ് ആർ വിക്ടിംസ് ഓഫ് കറപ്ഷൻ. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് താഴെ അടിത്തട്ടിലുള്ള ജനങ്ങൾ എന്ന് പറയുമ്പോൾ ലോവർ ലെവൽ ഭയങ്കര ഇൻകം ലെവൽ കുറഞ്ഞ പാവപ്പെട്ട ആൾക്കാരാണ് ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഇരകളാവുന്നത്. ദ ഫിനാൻഷ്യൽ എയ്ഡ്സ്, money, land, etc. that must go to poor people are taken away by the bureaucrats and politicians. The poor people remain poor. അതായത് പാവപ്പെട്ടവർക്ക് ശരിക്കും പോണ്ട, ഈ സ്ഥലവും പൈസയെല്ലാം വലിയ ഭരണാധികാരികളൊക്കെ എടുത്തിട്ട് പോവുക. അവരത് അല്ലെങ്കിൽ കൈ കടത്താന്നൊക്കെ പറയണ പോലെ അവരത് എടുക്കുക. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ടും റിച്ചായിട്ടും ഇരിക്കുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സാണ് അടുത്തുള്ളത്. ഇന്നഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ മെഷീനറി. അതായത് ഭരണഘടനയിൽ ഒരു ഇന്നഫിഷ്യൻറ്റ് മെഷീനറിയാണ് അവിടെ നടക്കുന്നത്, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഇൻ ഇന്ത്യ ഈസ് ഇൻഎഫിഷ്യൻറ്റ്. റെഡ് ടാപ്പിസം ഈസ് ഡീപ് റൂട്ടഡ് ഇൻ ദ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയിൽ അതായത് വളരെ ഇൻഎഫിഷ്യൻ്റ് ആണ്. അവർ ശരിക്കും എഫിഷ്യൻ്റ് ഒന്നും അല്ല, വെറുതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുക അങ്ങനെ പറയാം. പിന്നെ റെഡ് ടാപ്പിസം ചുവന്ന നാട എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് കുറേ ഫയൽസ് ഉണ്ടാവും, പക്ഷെ അത് അവർ ശ്രദ്ധിക്കുന്നില്ല. അതായത് ഗവൺമെൻറ്റിലെ കുറേ ഫയൽസ് അവിടെ ഉണ്ടാവും, പക്ഷെ അവർ ശ്രദ്ധിക്കില്ല ആ ഫയൽസൊന്നും. അവർ റെഡ് ടാപ്പിസം നടക്കുകയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പ്രോഗ്രാംസ്. ദ ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഡു നോട്ട് റീച്ച് ദ പുവർ പീപ്പിൾ ഡ്യൂ ടു ദ പുവർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കറപ്ഷൻ. അതായത് ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ ഇംപ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഇറാഡിക്കേറ്റ് അവരിങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ആവുന്നില്ല. ആയാലും അതവിടെ കറപ്ഷനാണ് നടക്കുന്നത്. സോ നമ്മളിന്ന് നോക്കിയത് ഇത്രയും കാര്യങ്ങളാണ്, പോവർട്ടിയും അതിൻ്റെ കോഴ്സസും. അതിൻ്റെ വേറെ കോഴ്സാണ് നമ്മളിന്ന് നോക്കിയത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഓൾ.